ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ക്രിസ്മസ് ആവാറായതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിൽ പ്ലം കേക്ക് ഉണ്ടാക്കാനുള്ള റെസിപ്പീസൊക്കെ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അവർക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഓവനിലല്ല. അപ്പോൾ ഓവനുള്ളവർക്ക് മാത്രമല്ല നല്ല പെർഫെക്റ്റ് കേക്ക് ഉണ്ടാക്കാൻ പറ്റുക, ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. പിന്നെ നമ്മൾ ഈ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് ഫ്രൂട്ട്സ് ഒന്നും തന്നെ സോക്ക് ചെയ്ത് വെച്ചിട്ടില്ല. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കേക്കാണ്. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല, നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ഈ ഒരു പ്ലം കേക്കിൽ മുട്ടയൊന്നും തന്നെ ചേർത്തിട്ടില്ല, എഗ്ലെസ് ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കുകയും ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പ്ലം കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ പ്ലം കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ആദ്യം വേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സ് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഞാൻ മിക്സ് ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഡ്രൈ ആയിട്ടുള്ള പ്ലംസ് ഉണ്ട്, കിസ്മിസ് ഉണ്ട്, ടൂട്ടി ഫ്രൂട്ടി ഉണ്ട്, അതുപോലെ ചെറി ഉണ്ട്, ഡേറ്റ്സ് ഉണ്ട്. അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഉണ്ട്. നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ തന്നെ മിക്സ് ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പോൾ ഞാൻ മെഷർമെൻറ്റ് പറയുകയാണെങ്കിൽ 100 ഗ്രാമാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 1/4 കപ്പ് അളവിലാണ് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇങ്ങനെ മിക്സ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കിസ്മിസും ടൂട്ടി ഫ്രൂട്ടി ചെറി അങ്ങനെയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ എടുത്താൽ മതി. ഇനി നമ്മളിത് സോക്ക് ചെയ്യുന്നില്ല. അതിന് പകരമായിട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ 1/4 കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പാതി പോർഷൻ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, ബാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ പഞ്ചസാരയിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ പ്ലം കേക്കിന് കാരമലൈസ് ചെയ്തെടുക്കുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ആ ഒരു കളറും അതുപോലെ ടേസ്റ്റ് ഒക്കെ തന്നെ കിട്ടുക. അപ്പോൾ കാരമലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യരുത്. പെട്ടെന്ന് തന്നെ നമ്മുടെ പഞ്ചസാര കരിഞ്ഞ് ബ്രൗൺ കളർ ആവും, ആ ഒരു കരിഞ്ഞ ടേസ്റ്റും വരും. അപ്പോൾ ലോ ടു മീഡിയത്തിൽ വെച്ചിട്ട് ഇതുപോലൊന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് കാരമലൈസ് ചെയ്ത് എടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം മുഴുവനായിട്ടും ഒറ്റയടിക്ക് ഒഴിക്കരുത്, കുറേശ്ശെ ആയിട്ടേ ഒഴിക്കാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കയ്യിലേക്കൊക്കെ തെറിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ ഒരു വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. തിളച്ച് കഴിയുമ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഓറഞ്ചിൻ്റെ തോലാണ്. അത് 1 ടേബിൾ സ്പൂൺ അളവിലാണ് എടുത്തിരിക്കുന്നത്. ആ ഉള്ളിലത്തെ വൈറ്റ് പോർഷനൊക്കെ കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ തന്നെ ഓറഞ്ച് സെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. അത് ഇടുകയാണെങ്കിൽ അത് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു കുക്ക് ചെയ്യുന്ന സമയത്ത് ഇടേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ തന്നെ ഒരു 5-6 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ ഈ ഒരു സിറപ്പ് ഇച്ചിരി ഒന്ന് കുറുകി നല്ലൊരു തിക്കായിട്ട് വരും. അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ എല്ലാ എസൻസും ഈ ഒരു സിറപ്പിലേക്കൊക്കെ വന്ന് നല്ലൊരു ഫ്ലേവർ വരും. അപ്പോൾ നമ്മളിപ്പോൾ 1 കപ്പ് വെള്ളമാണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 1/2 കപ്പ് ആവുന്നത് വരെ നമ്മളൊന്ന് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഫ്രൂട്ട്സ് ഇട്ടുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെള്ളം വറ്റി കിട്ടും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഓഫ് ചെയ്യാനായിട്ട്. കാരണം ചൂടാറി കഴിയുമ്പോൾ ഇത് ഇച്ചിരിയും കൂടെ ഒന്ന് തിക്കാവും. നമ്മൾ നന്നായിട്ട് തിക്കായതിന് ശേഷം ഓഫ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കേക്കിൽ ആ ഒരു കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടില്ല. ഇനി ഇത് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു ടിന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 6 ഇഞ്ചിൻ്റെ ടിന്നാണ് എടുത്തിരിക്കുന്നത്. ബട്ടർ പേപ്പറൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി വന്നിട്ടുള്ള ആ ഒരു പഞ്ചസാര ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 5 ഗ്രാമ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കിനി നന്നായിട്ടൊന്ന് പൊടിച്ച് മാറ്റി വയ്ക്കാം. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇരിക്കാനായിട്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് 1/2 കപ്പ് അളവിൽ അധികം പുളിയില്ലാത്ത തൈര് എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള തൈരാണ് എടുത്തിരിക്കുന്നത്. ഇനി തൈര് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ നല്ല ക്രീമി ആവുന്നത് വരെ ഒന്ന് വിസ്ക് വെച്ചൊന്ന് ഇളക്കണം. 1 മിനിറ്റൊക്കെ കൊണ്ട് തന്നെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിക്കോളും. തൈരല്ലേ, പെട്ടെന്ന് തന്നെ നല്ല ക്രീമി ടെക്സ്ചറിൽ വന്നോളും. അപ്പോൾ ഇതുപോലെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പഞ്ചസാരയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കേക്കിൽ ഞാനിപ്പോൾ 1/4 കപ്പ് അളവിലാണ് പഞ്ചസാര എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മീഡിയം മധുരേ കാണുള്ളൂ. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് അളവിൽ പഞ്ചസാര എടുക്കാം. അപ്പോൾ എന്തായാലും ആ ഒരു പൊടിച്ച മിക്സും കൂടെ ചേർത്ത് ആ പഞ്ചസാരയും തൈരും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പഞ്ചസാരയുടെ തരികളൊക്കെ തന്നെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് വരണം. അപ്പോൾ 2 മിനിറ്റ് കൂടെ ഇതുപോലെ ഒന്ന് വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റിഫൈൻഡ് ഓയിലാണ്. ഒരു 1/4 കപ്പ് അളവിലാണ് റിഫൈൻഡ് ഓയിൽ എടുത്തിരിക്കുന്നത്. ഇതിന് പകരം നമുക്ക് ഉരുക്കിയിട്ടുള്ള ബട്ടർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു തൈരും ഓയിലും അതുപോലെ തന്നെ പഞ്ചസാരയും ഒക്കെ തന്നെ നന്നായിട്ട് മിക്സായി നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിൽ വരണം. അപ്പോൾ മാക്സിമം ഒരു 5 മിനിറ്റൊക്കെ നമുക്ക് ഇളക്കേണ്ടി വരുള്ളൂ എല്ലാം കൂടിയായിട്ട്.
ഇനി ഇതിലേക്ക് നമ്മളൊരു അരിപ്പ വെച്ച് കൊടുക്കുന്നുണ്ട്. അരിപ്പയിലേക്ക് 1 കപ്പ് അളവിൽ മൈദയാണ് ചേർക്കുന്നത്. നമുക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ഇന്ന് മൈദ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം തട്ടി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 2-3 പ്രാവശ്യം ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരച്ചെടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ വിസ്ക് വെച്ച് തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ കട്ടകളില്ലാണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർക്കണം. അപ്പോൾ ഒരു 6-7 കാഷ്യൂ നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ മൈദയിലേക്കിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നട്ട്സ് എല്ലാം താഴത്തേക്ക് താന്നു പോവും. ഇനി ഇതിലേക്ക് നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കാം. അത് മുഴുവനായിട്ട് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഒഴിക്കുമ്പോൾ ഉണ്ടാവാനായിട്ട്. വല്ലാണ്ട് തിക്കായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കേക്കിന് ആ ഒരു ടെക്സ്ചറേ മാറിപ്പോവും. അത് മുഴുവൻ ഒഴിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കുറച്ചുകൂടെ ഒന്ന് കൂടി കിട്ടും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ആ ഒരു കാരമൽ മിക്സ് വല്ലാണ്ട് തിക്കായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 1 ടേബിൾ സ്പൂണോ മറ്റേ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ലൂസായി പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മെയിൻ പ്രശ്നം എന്താ വരിക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത് കഴിയുമ്പം ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം തന്നെ അടിയത്തെ ലെയറിൽ പോയിട്ട് സെറ്റായി കിടക്കും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാവുക. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ ഒരു ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി നന്നായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് തിക്കായും പോകരുത്, ഒരുപാട് ലൂസായും പോകരുത്. അപ്പോൾ ബാറ്റർ മുഴുവനും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എയർ ഹോൾസ് എങ്ങാനും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു കോല് വെച്ചിട്ട് ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കുക ചെയ്യാം. അപ്പോൾ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതെല്ലാം പോയിക്കോളും. നമ്മൾ നന്നായി ബീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ചിലപ്പോൾ എയർ ബബിൾസൊക്കെ തന്നെ കയറിയിട്ടുണ്ടാവും. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കാഷ്യൂ നട്ട്സ് ഇതുപോലെ ഒന്ന് അവിടെ ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചെറിയും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഡ്രൈ പ്ലംസ് ഒരു 4-5 എണ്ണം അവിടെ ആയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവൻ സെറ്റപ്പാണിത്. ഒരു പാനിലേക്ക് റിങ് ഇറക്കി വെച്ചിട്ട് 10 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ചൂടാക്കിയിട്ടുള്ളതാണ്. ഇതിലേക്ക് നമുക്ക് ഈ ഒരു ടിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 45 തൊട്ടിട്ട് ഒരു 50 മിനിറ്റ് വരെ നമുക്ക് കുക്ക് ചെയ്യാം. പ്ലം കേക്ക് ആയതുകൊണ്ട് തന്നെ ബേക്ക് ആവാനുള്ള ടൈം കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ഒരു 45 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കുക. ഒന്ന് കുത്തി നോക്കിയിട്ട് കുക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ വീണ്ടും വെക്കുക. ഞാനിപ്പോൾ എന്തായാലും 50 മിനിറ്റ് കൊണ്ടാണ് എനിക്കിപ്പോൾ ഈ ഒരു കേക്ക് ബേക്കായി കിട്ടിയിരിക്കുന്നത്. ഒട്ടും തന്നെ നമ്മൾ കുത്തി നോക്കുമ്പോൾ ഒട്ടുന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും ആ ഒരു കേക്ക് നമ്മൾ പാനിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക. നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം ഡിമോൾഡ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ സൈഡിൽ ചിലപ്പോൾ പറ്റി പിടിക്കും. അപ്പോൾ നന്നായിട്ട് ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ തന്നെ അത്യാവശ്യം ഒന്ന് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഓയിലൊക്കെ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ വെച്ചതുകൊണ്ട് തന്നെ അധികം ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. എന്നിരുന്നാലും ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് സൈഡ് ഒന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം ഒന്ന് കമഴ്ത്തിയെടുക്കുക. ഇത് കണ്ടില്ലേ, ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്തിട്ട് നല്ല ഹൈറ്റൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു കേക്കായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇത് എത്രമാത്രം ടേസ്റ്റി ആയിരിക്കും എന്നുള്ളത്. കാരണം ആ ഒരു കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ടെക്സ്ചറും കളറും നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പ്ലം കേക്കിൻ്റെ അതേ ഒരു പോലെ തന്നെയാണ് ഈ ഒരു കേക്കും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ കേക്ക് മിക്സ് ചെയ്യുന്ന ആ ഒരു സമയത്ത് വളരെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഓവനും ബീറ്ററും ഒന്നും ആവശ്യമില്ല. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു പ്ലം കേക്ക്. നമുക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ട് അന്ന് തന്നെ കഴിക്കുന്നതിനേക്കാളും തലേദിവസമൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് കൂടും കേട്ടോ. അതും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. 2 ദിവസമൊക്കെ ഇരിക്കുമ്പം ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് കൂടി വരും. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഈ ഒരു കേക്ക് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉൾവശം കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും അടിയിലൊന്നും അടിഞ്ഞു കൂടിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമല്ലോ, അത് കട്ട് ചെയ്ത് കഴിഞ്ഞാലല്ലേ ഉള്ളിൽ എങ്ങനെയാണ് ആ ഫ്രൂട്ട്സ് ഇരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ തന്നെ ഇടയ്ക്കിടയ്ക്കായിട്ടാണ് പോയി നിൽക്കുന്നത്. അല്ലാണ്ട് എല്ലാം കൂടെ ഒരു സൈഡിൽ പോയി അടിഞ്ഞുകൂടെ ഒന്നുമില്ല. കണ്ട ഇടയിലായിട്ട് എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഉണ്ട്. അതുപോലെ തന്നെ നല്ല കറക്റ്റ് ടെക്സ്ചറാണ്. നമ്മൾ നോർമൽ കേക്ക് മാതിരി നല്ല സ്പോഞ്ചി ടെക്സ്ചറല്ല, ഒരല്പം ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന ഒരു ടെക്സ്ചറാണല്ലോ പ്ലം കേക്കിന് ഉണ്ടാവുക. അതേ ഒരു ടെക്സ്ചറിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ക്രിസ്തുമസിന് ഇതുപോലൊന്ന് കേക്ക് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായും ഇഷ്ടമാവും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ. അപ്പോൾ ഇനി വീണ്ടും നല്ലൊരു റെസിപ്പിയായി കാണാം. എല്ലാവർക്കും ബൈ.